നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളുടെ കിടപ്പ്. ആ ഞാൻ നേരത്തെ വിചാരിച്ച ഇയാൾ ഇവിടെ ഞാൻ കടിച്ചു പോകുന്നു. ആ ചെല്ലേ ഇപ്പൊ ആള് കുറവാ. ആ താൻ ധൈര്യമായിട്ടിരിക്കണോ. കെ ദിവാകരൻ പറഞ്ഞത് തന്നെ. ആ നമസ്കാരം ബോസ്. നമസ്കാരം. ഞാൻ പറഞ്ഞ ആള് വന്നിട്ടുണ്ട്. ആ വരാൻ പറയൂ. വരൂ. ആ നമസ്കാരം. ഇരിക്കെ. എന്താ ദാസപ്പ, ജനതന്മാരെ മടുത്തു അല്ലേ? അയ്യോ അങ്ങനെ പറയരുത്. അവർക്കിടെ സെക്രട്ടറി ലൂക്കോസും ഞാനുമായിട്ട് കൊച്ചിലെ മുതൽ കളിച്ചു വളർന്നൊരു പഴക്കമുണ്ടേ. പക്ഷെ അവറ്റക നാട് ഭരിച്ച ഈ നാട് മുടിയും തിത്തൈ. എന്നെ പോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന പാവങ്ങൾക്ക് അവിടുന്ന് ഭരിക്കുന്നതാണേ ഇഷ്ടം. അതിനുവേണ്ടി എന്റെ സോമിയാണ് സത്യം എന്റെ ജീവൻ വരെ തരും. ഡൽഹിയിൽ അതിന് കിട്ടുന്നില്ല. എന്നാ പിന്നെ വിളിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ ചില ആളുകൾ വരുന്നുണ്ട്. വിജയനും ബാഹുലേനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓ ചമ്മന്തിക്ക് ഉപ്പ് പറയാതെ നോക്കണം. ഇത് ഇവിടുന്ന് അങ്ങാട്ട് സ്വീകരിക്കണം. ഇലക്ഷൻ ഫണ്ടിലേക്ക് എന്റെ ഒരു ചെറിയ അതൊക്കെ എന്റെ മോന്റെ കൈ കൊടുത്താൽ മതി. ഫണ്ട് കാര്യങ്ങളൊക്കെ അവനാ നോക്കുന്നത്. ഹരി വേണു ഭാഗത്തോണ്ട് ദാസപ്പനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ. ശശി, ഓ ഈ ഹരിക്ക് വേണ്ടി യൂത്തുകാർ ഒരുപാട് നിർബന്ധിക്കുന്നു. അവൻ എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുക്കാൻ. ആലപ്പുഴയിലെ ഒഴിവ് കാണുന്നുള്ളൂ. ബോസ് നല്ലോണം ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തത്? അവൻ വരുത്തനാണ്, പഴയ തീവ്രവാദിയും. ടിക്കറ്റ് കൊടുത്താൽ ആകെ കുഴപ്പമാവും. ഓ ഇപ്പൊ തന്നെ കണ്ടില്ലേ ദാസപ്പനെ പോലുള്ള ആളുകളുമായിട്ട് ആ കൂട്ടുകെട്ട്. കള്ളുകൂടിയും തെമ്മാടിത്തരവും വേറെ. ഒരു നിലയ്ക്കും അവനെ സ്ഥാനാർത്ഥി ആക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. ബോസിന്റെ കസേരയാണ് അവന്റെ ലക്ഷ്യം. എന്താ ഞാൻ ആരെ അന്വേഷിച്ചാ നീ വന്നത്? അച്ഛനെയാണെങ്കിൽ പൊതു ശ്മശാനത്തിലാ ചുട്ടത്. ചാരും പോലും ഇപ്പൊ അവിടെ കാണില്ല. ചേച്ചി, അങ്ങനെ ഒരാള് ഇപ്പൊ ഇവിടെ ഇല്ല. ഉണ്ടായിരുന്നു മുൻപ്. അനിയന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു പെങ്ങൾ. എങ്ങനെയാ അവൻ നന്നായി കാണാൻ. രാവെന്നോ പകലൊന്നോ ഇല്ലാതെ അധ്വാനിച്ചവൾ. ആ ചേച്ചിയെ ഇനി അന്വേഷിക്കണ്ട. നീ കാരണം എനിക്ക് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലും വരെ. പൊയ്ക്കോളൂ. ഇനി ഉപദ്രവിക്കാൻ ഇങ്ങോട്ട് വരരുത്. എനിക്ക് നിന്നെ കാണണ്ട. വലതുപക്ഷ മുന്നണിയുടെ അനിഷേധ്യ നേതാവ് ശ്രീ കെ ദിവാകരനെ തർക്ക അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരോടും. ശിവേട്ടാ, 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 എന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? ഇടതുപക്ഷ മുന്നണിയുടെ ശക്തനായ സാരഥി ജയിലിൽ നിന്ന് വിട്ടെന്നറിഞ്ഞു. പലരോടും അന്വേഷിച്ചു. വീട്ടിൽ ചെല്ലാറില്ല അല്ലേ? എവിടെയായിരുന്നു ഇതുവരെ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയെങ്കിലും ശ്രീദേവി പൊയ്ക്കോ. ചില സമയം മനുഷ്യർക്ക് ദോഷാവും. ഗൃഹസ്ഥിതി നോക്കി മുത്തശ്ശൻ പറയാറുണ്ട്. അത് മാറും. ശിവേട്ടന്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. പ്രയാസമാണ്. നിന്റെ ഓട്ടോഗ്രാഫിൽ ഞാനൊരു വരി എഴുതിയത് ഓർമ്മയുണ്ടോ? ദി വേഗ് ബോർഡ്, സോൾ വണ്ടറിംഗ്, സീക്കിംഗ് ദ വാലി ഓഫ് ലൈറ്റ്സ്. പ്രകാശത്തിന്റെ താഴ്വര തേടിയുള്ള യാത്ര അവസാനിച്ചിട്ടില്ല. പൊയ്ക്കോളൂ. മുമ്പ് നമ്മൾ തമ്മിൽ അടുപ്പമായിരുന്നു, ഇഷ്ടമായിരുന്നു. പക്ഷേ ആ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ എന്നോ മരവിച്ചു. ശ്രീദേവി പൊയ്ക്കോളൂ. എന്നോട് സംസാരിക്കുന്ന ആരെങ്കിലും കണ്ട കുട്ടിക്ക് തന്നെ കുറച്ചില്ല. വെറുതെ കുടുംബത്തിന് ദുഷ്പേരുണ്ടാക്കി വെക്കണ്ട.
പൊയ്ക്കോ. തുടങ്ങാം സാർ. ആ താങ്കളുടെയും പാർട്ടിയുടെയും ഈ വിജയത്തിൽ എന്തു തോന്നുന്നു? ഞാനും പാർട്ടിയുമല്ല, ഐക്യമുന്നണിയുടെ കൂട്ടായ വിജയമാണിത്. ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയ അഴിമതിക്കും അക്രമത്തിനുമെതിരെ ജനരോഷം ആളിക്കത്തിയതാണ് ഞങ്ങളുടെ ഈ വിജയത്തിന് കാരണം എന്നുകൂടി ഞാൻ പറയും. അടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കളുടെ ഗവൺമെന്റിന്റെ നയത്തെപ്പറ്റി? അഴിമതി അനുവദിക്കില്ല. ഉദ്യോഗസ്ഥന്മാരായാലും മന്ത്രിമാരായാലും അഴിമതിക്കാർക്ക് ജയിലിലെ അഴിമതി എന്ന കർശനമായ നിലപാട് സ്വീകരിക്കും. ഗവൺമെന്റിന് ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്ത് വില കൊടുത്തും അതിനാവും എന്റെ ശ്രമവും. അവന്റെ ഒരു ഇമേജ് കാണാം. 4 ദിവസം കൊണ്ട് ഈ രാജ്യം കുളം തൊണ്ടു. എന്നാലും ആ കസേരയിൽ നിന്ന് എന്നെ ഇറക്കാൻ കഴിഞ്ഞല്ലോ ചിലർക്ക്. മോൻ ചത്താലും മരുമോളെ കണ്ണീര് കുടിപ്പിക്കണമെന്ന ചില അമ്മായിമ്മമാരുടെ മനസ്ഥിതി അത് തന്നെ. നിങ്ങൾ ആർക്കിട്ടാണ് ഈ അസ്ത്രം പ്രയോഗിക്കുന്നതെന്ന് എനിക്കറിയാം. അത് വേണ്ട. മതി 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 മതി. ഇനി നമ്മൾ വഴക്കിട്ടിട്ട് കാര്യമില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. യവന്മാരെ തോപ്പിക്കാൻ ദിവസവും നാടുനീളെ ഹർത്താലും ബന്ദ് സംഘടിപ്പിക്കണം. തൊഴിലാളികളെ മുഴുവൻ സമരരംഗത്തിറക്കണം. അനന്തൻ സഖാവേ, പഴയതുപോലെ അനാവശ്യ കാര്യങ്ങൾക്ക് സമരം ചെയ്യാൻ തൊഴിലാളികളെ കിട്ടില്ല. വിദ്യാർത്ഥികളാണ് നല്ലത്. പിള്ളേരെ മുഴുവൻ തെരുവിലിറക്കി വാഹനങ്ങൾ തല്ലി തകർക്കണം. ഭരണം നിശ്ചലമാക്കണം. അങ്ങനെ ഒരു നിമിഷം പോലും ദിവാകരനെ സ്വസ്ഥമായി ആ കസേരയിലിരിക്കാൻ അനുവദിക്കരുത്. ഓ, നിങ്ങൾ എല്ലാരും കൂടി എന്റെ സ്വസ്ഥത നശിപ്പിക്കുകയാണ്. ഞാനിവിടെ കയറി ഇരുന്നല്ലേ ഉള്ളൂ മാവുന്നേരെ. അതിനിടയ്ക്ക് ഇങ്ങനെ ആവശ്യങ്ങളുമായി വന്നാൽ? അങ്ങയോട് കൂറ് കാണിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാ ഇടത് ഗവൺമെന്റ് എന്റെ യൂണിഫോം അഴിപ്പിച്ച് ഇൻഡസ്ട്രി ചെയർമാനാക്കിയത്. ആ കക്കൂസ് ഫാക്ടറിയിൽ നിന്ന് അവിടെ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റി തരണം. വിഷമിക്കണ്ട, എന്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ തഴയില്ലെന്ന് മാവുന്നവർക്ക് അറിയാലോ. ഓ, ഒന്ന് വേഗം വിടൂ. സീറ്റല്ല ഇപ്പൊ വീതിച്ച് കാണുമോ എന്തോ. താൻ നേരെ വിടറോ. നോ എൻട്രിയാ സാർ. മന്ത്രിക്ക് എന്തോന്ന് നോ എൻട്രി? താൻ വിടറോ. വണ്ടി അങ്ങോട്ട് ഒതുക്കി നിർത്താം. നിർത്താനല്ല, കേറാനാ പോണേ മന്ത്രി കസേരയിലോട്ട്. തന്നെയൊക്കെ കൊണ്ട് സല്യൂട്ട് അടുപ്പിക്കാൻ. തൽക്കാലം നീ അങ്ങോട്ട് ഒതുക്കി നിർത്താം. പോടാ. ആ വണ്ടി എവിടെ വിടറോ. പോലീസ്. എന്നെ തടയരുത് ബോസ്. എന്നെ തടയരുത് ബോസ്. ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം എനിക്കും കൂടി തരണം. ഇല്ലെങ്കിൽ ആലപ്പുഴ ഡിസ്ട്രിക്ട് എനിക്ക് കാലുകുത്താൻ ഒക്കുകയല്ല. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്താ ശശി ഇത്? ചൂല പിടിച്ച പിള്ളേര് മിഠായിക്ക് മോങ്ങുന്ന പോലെ മോങ്ങുന്നത്. ഓരോരുത്തരും മോഹിക്കുന്നിടത്ത് സഹായിച്ചു കൊടുക്കാൻ എനിക്ക് ഒക്കുവോ? മറ്റുള്ളവരെ പോലെ എന്നെ കാണരുത്. ബോസിന്റെ കിടപ്പുറവിരിക്കുന്ന ജോലി മുതൽ അടുക്കളപ്പണി വരെ ചെയ്യുന്ന എന്നെ. മന്ത്രിയാവാൻ ഒരു കുശിനിക്കാരന്റെ യോഗ്യത പോരല്ലോ. പോരെ. താൻ അധികം സംസാരിക്കട്ട. അപ്പൊ എന്നെ മന്ത്രിയാക്കില്ലെന്ന് ഉറപ്പിച്ചില്ലേ? ഞാനിങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. ആഹാ, ആരാണ് നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പാർട്ടിയിൽ എന്റെ വളർച്ചയിൽ അസൂയ മൂത്ത നിങ്ങളുടെ മകൻ വേണു. എടോ, താൻ ഭ്രാന്ത് പറയരുത്. അവനെന്തൊരു കാര്യം? മുഖ്യമന്ത്രിയുടെ കുടുംബാധിപത്യം ഞാൻ അവസാനിപ്പിക്കും. ഈ ശൈലി ഞാൻ തിരുത്തും. നമുക്ക് കാണാം. ശശി, നീ ദോശ കഴിച്ചിട്ട് പോ. ആശ നശിച്ചിരിക്കുമ്പോഴല്ലേ ദോശ. ഈ അനീതിക്കെതിരെ പൊരുതാൻ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ പാർട്ടിയിലെ യുവജനങ്ങൾ മുഴുവൻ നശിക്കും. സ്വന്തം മകനെ വലുതാക്കാൻ മുഖ്യമന്ത്രി മറ്റുള്ളവരെ വെട്ടി ചെറുതാക്കും. ഈ ഹരീഷ്ണന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇയാൾക്ക് ഒരു MLA സീറ്റ് കൊടുക്കാൻ ഞാൻ കേണപേക്ഷിച്ചതാണ്, നിഷേധിച്ചു. അതോടെ ഞാൻ പിണങ്ങി. പിന്നെ ഞാൻ മൂലം തെരഞ്ഞെടുപ്പിൽ ഒരു പിളർപ്പുണ്ടാകല്ലോ എന്ന് കരുതി ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഇനി അത് പറ്റില്ല. നിങ്ങൾ എന്നോടൊപ്പം ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും. ഈ യുദ്ധത്തിൽ നോ, ധർമ്മയുദ്ധത്തിൽ. അതെ, നമ്മളെല്ലാവരും ശശിയോടൊപ്പം ഉണ്ടാവും. അപ്പൊ മുഖ്യമന്ത്രി എന്ന നിലയിൽ ദിവാകർജി ഒരു പരാജയമാണെന്നാണോ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. മുഖ്യമന്ത്രിയോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയാണ് എതിർക്കുന്നത്. ആ ശൈലി തിരുത്തണം.
അതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ എതിർപ്പിൽ നിങ്ങളോടൊപ്പം ആരൊക്കെ ഉണ്ട്? അതൊക്കെ കാത്തിരുന്ന് കാണുക. കൂടുതലൊന്നും ഇപ്പൊ പറയാനില്ല. തിരുത്തലായതിനു ശേഷം വലിയ കഷ്ടമാണ് നമ്മുടെ സ്ഥിതി. കഴിഞ്ഞ കുറെ മാസങ്ങളായി 10 കാശിന്റെ വരുമാനമില്ലണ. എന്ന് വെച്ച് ആരുടെയും കാല് പിടിക്കാൻ വഴുത്തല ശശിയെ കിട്ടില്ല. ബോസ് വേണേ നമ്മളോട് മാപ്പി ചോദിക്കട്ടെ. ഒരു കോംപ്രമൈസിന് ബോസ് വിളിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ശശി പോകുന്നതിൽ തെറ്റില്ല എന്നാ എന്റെ അഭിപ്രായം. അതാ ഞങ്ങളുടെ അഭിപ്രായം. എല്ലാരും കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ പോകാം. ബോസ് എന്താ ഇത്? ആരാ ഇയാളെ കൊണ്ട് കടത്തിവിട്ടത്? കൃഷ്ണകുട്ടി, അയ്യോ, എന്നെ പിടിച്ച് പുറത്ത് തള്ളരുത്. എനിക്ക് പറയാനുള്ളത് അവിടുന്ന് കേൾക്കണം. അവിടുന്ന് എന്നെ വിളിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ തന്നെ വിളിച്ചെന്നു? ഉവ്വ്. അപ്പൊ എനിക്കെങ്ങനെ തോന്നിയതാണ്. രാത്രി ഉറങ്ങുമ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് എന്നെ ശാസിക്കുന്ന പോലെ. എടാ മഹാഭാവി, നീ ദിവാകർജിയെ ധിക്കരിച്ചു ഇല്ലേ? പരമഭക്തനും നീതിനിഷ്ഠനുമായ നിർമ്മല ഹൃദയന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്ക് ആശ്രിത വത്സനായ അദ്ദേഹം പൊറുക്കും. ഇല്ലേന്ന് എനിക്ക് ജന്മം മുക്തി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ആ ഹരികൃഷ്ണനും ബാഹുലയനും ഷാജിയും എല്ലാം ചേർന്ന് എന്നെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയോണ്ടാ. എന്തോ നടത്തി? മസ്തിഷ്ക പ്രക്ഷാളനം, ബ്രെയിൻ വാഷ്. എന്റെ അപരാധങ്ങളും അവിടുന്ന് പൊറുക്കണം. എനിക്ക് മാപ്പ് തരണം. എന്നെ കൈവെടിയരുത്. ഈ മനംമാറ്റം മന്ത്രിക്കസരം വെച്ചാണെങ്കിൽ നടപ്പില്ല. വേണ്ട, അങ്ങയെ സേവിക്കാൻ എനിക്ക് ഒരിക്കൽ കൂടി ഒരു അവസരം തരണം. എനിക്ക് ആരുടെ സേവ ആവശ്യമില്ല. പാർട്ടിക്കാണ് വേണ്ടത്. തനിക്കതിന് കഴിയുമോ? പാർട്ടിയെ സേവിക്കാം. എങ്കിൽ തന്റെ കൂറുമാറ്റത്തിന് കാരണക്കാരായവരെ കുറ്റപ്പെടുത്തി പ്രസ്താവന ഇറക്കണം. ഇറക്കാം. അങ്ങ് പറയുന്ന എന്തും ഞാൻ ചെയ്യാം. മിസ്റ്റർ ബാലേന്ദ്രൻ, നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരണം. വീണ്ടും അറസ്റ്റ് ചെയ്യണോ? അല്ല, നിങ്ങളെ DGPക്ക് ഒന്ന് കാണണമെന്ന്. DGPക്ക്? ആ വരൂ. കുടിക്കാൻ കാപ്പിയോ ചായ എന്തെങ്കിലും? ഒന്നും വേണ്ട സാർ. നേരിട്ട് പരിചയമില്ലെങ്കിലും ബാലചന്ദ്രനെ എനിക്കറിയാം. എന്നെ അറിയാം. രാഷ്ട്രീയത്തിൽ വളരെ കുറച്ചു പേരുമായിട്ട് എനിക്ക് അടുപ്പമുള്ളൂ. അതിലൊരാളായിരുന്നു നിങ്ങളുടെ അച്ഛൻ. തൃശ്ശൂർ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ ഞാൻ അവിടുത്തെ SP ആയിരുന്നു. ഏതായാലും അച്ഛൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടായില്ല. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. കൊല്ലപ്പെട്ടില്ല എന്ന് മാത്രം. പക്ഷേ എന്നെ അതിനോ നിങ്ങൾ നിരപരാധിയാണ്. പക്ഷേ നിങ്ങളുടെ... വേണ്ട സാർ, ആ കാര്യങ്ങളെ കുറിച്ചൊന്നും ഇനി... 4 കൊല്ലത്തെ ജയിൽ ശിക്ഷയല്ലേ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളൂ. എന്നാ നിങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴൊക്കെ എന്നെ ഹരാസ് ചെയ്തിട്ടുണ്ട്. പാർട്ടി എന്ന് പറയരുത് സാർ. അതിലെ നേതാക്കളിൽ ചിലർക്ക് അങ്ങയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. പാർട്ടിയും ജാതിയും മതവും ഒന്നും നോക്കാതെ കുറ്റം ചെയ്തതിന്റെ പേരിൽ നടപടി എടുക്കണം എന്ന പ്രിൻസിപ്പൽ ഉറച്ചു നിന്നാണ് ഞാൻ അവരോട് ചെയ്ത തെറ്റ്. ഈ കസേര അതിനുള്ള ശിക്ഷയാ. എല്ലാ അധികാരങ്ങളും വെട്ടിച്ചുരുക്കി എന്നെ ഇവിടെ ഇങ്ങനെ തളച്ചിട്ടു. DGP, ഡെമ്മി ജനറൽ ഓഫ് പോലീസ്. ജീവിതത്തിൽ ഇതിലും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടവനാ ഞാൻ. ദുരന്തങ്ങളും. ഭാര്യ നേരത്തെ മരിച്ചു. ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. മിലിറ്ററി ഓഫീസറായ ഭർത്താവിന്റെ കൂടെ അവള് ജമ്മുവിലായിരുന്നു. ഒരു ഗ്രനേഡ്. ആ ജീപ്പിലുണ്ടായിരുന്ന അവർ 2 പേര് പോയി. എനിക്ക് പിന്നീടൊരു മകനെ പോലായിരുന്നു ജിമ്മി. അറിയില്ലേ? ജിമ്മി ജോർജ് വോളിബോൾ നാഷണൽ ഇന്റർനാഷണൽ സ്റ്റാറായി വളർന്ന എൻ്റെ ജിമ്മി പോലീസ് ഫോഴ്സിനൊരു അഭിമാനമായിരുന്നു. ഇറ്റലി വെച്ചൊരു കാർ ആക്സിഡന്റിൽ അവനും. ഇനി എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. ഇവരുടെയൊക്കെ ഓർമ്മയ്ക്കായി ഒരു അനാഥാലയം തുടങ്ങാമെന്ന് വെച്ചു. ഉറ്റവരും ഉടയരും ഇല്ലാത്ത സ്ത്രീകൾക്കായി. കുറച്ച് കുടുംബസ്വത്തുണ്ടായിരുന്ന വിറ്റു. പിന്നെ അത് നോക്കി നടത്താൻ കഴിവുള്ള ഒരാളെ വേണമായിരുന്നു. ദൈവം കൊണ്ട് തന്നു. അതിനെല്ലാം കൊണ്ടും പറ്റിയ ഒരാളെ.
ഇവിടുത്തെ ജോലിയൊക്കെ എങ്ങനെയുണ്ടമ്മേ? ജോലിയല്ല, ഒരു സർവീസായിട്ടാണ് ഞാനിത് ഏറ്റെടുത്തത്. മുമ്പ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ സംതൃപ്തി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നീ കണ്ടില്ലേ ഇവിടുത്തെ അന്തേവാസികളെ? ഇവരനുഭവിച്ച ദുഃഖവും വേദനയും അറിയുമ്പോൾ ഞാൻ അനുഭവിച്ചൊക്കെ എത്ര നിസ്സാരം. ആ അത് പോട്ടെ, നീ ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. നീ ജയിലിലായിരുന്നപ്പോൾ എനിക്ക് ഇത്ര വിഷമം ഉണ്ടായിരുന്നില്ല. പുറത്തു വന്ന നിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. അമ്മ ആവശ്യമില്ലാതെ ഭയപ്പെടുകയാണ്. ഇനിയും ഞാൻ അവരുടെ ചതിയിൽപ്പെടുമെന്ന് കരുതണ്ട. എന്നെ നോക്കാൻ എനിക്കറിയാം. ഇപ്പൊ അമ്മയുടെ കാര്യത്തിലാ എനിക്ക് വിഷമം. ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ബാല, എനിക്കിവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആദ്യം സ്വന്തമായി ജീവിക്കാൻ നീ ഒരു വഴി കാണ, അല്ലാണ്ട് നിനക്കൊരു ഭാരമായി ഞാൻ വരില്ല. അപ്പോഴേ ആളെ കസ്റ്റഡിയിലെടുത്ത് നേരെ ഇങ്ങോട്ടാ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ വേണ്ടേ? നിങ്ങൾക്ക് സംസാരിക്കാൻ ഇനി സമയമുണ്ടല്ലോ. വരും. എവിടേക്കാ? ഇവിടെ അടുത്ത് തന്നെ DGPയുടെ ബംഗ്ലാവിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കുറച്ച് ദിവസം അവിടെ കൂടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആഫ്റ്റർ കെയർ പോലീസിൻ്റെ കൂടെ ഡ്യൂട്ടി ആണല്ലോ. ഇടയ്ക്ക് അമ്മ വന്ന് കാണുകയും ചെയ്യാം. വരും. വരാം.